എന്റെ അച്ഛനാണ്, ഞങ്ങൾക്ക് വേറെ ആരുമില്ല, ഞങ്ങളെ രക്ഷിക്കണം. അച്ഛൻ കുറെ നാള് മുന്നേ ലിവർ മാറ്റി വെച്ചതാണ്. എന്നിട്ട് ഇപ്പൊ അതിന്റെ മരുന്ന് കഴിച്ചിട്ട് ആകെ പ്രശ്നത്തിലേക്കാണ്. ഇങ്ങനെ രക്ഷിച്ചില്ലെങ്കിൽ ഞങ്ങള് വേറെ ആരും രക്ഷിക്കൂല. ഞങ്ങളെ രക്ഷിക്കണം. അച്ഛനല്ലാണ്ട് ഞങ്ങൾക്ക് വേറെ ആരും ഇല്ല. അച്ഛനെ കണ്ട് കൊതി തീർന്നിട്ടില്ല. എല്ലാരും സഹായിക്കണം, ഞങ്ങളെ രക്ഷിക്കണം. അച്ഛനല്ലാണ്ട് വേറെ ആരുമില്ല. എൻ്റെ പേര് വിശ്വംഭരൻ എന്നാണ്. ഞാനൊരു 10 വർഷം മുന്നേ കരള് മാറ്റി വെച്ച ആളാണ്. കരള് മാറ്റി വെച്ചതിൽ ജീവരക്ഷാമരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ആ മരുന്നിൻ്റെ റിയാക്ഷൻ്റെ ഫലമായിട്ട് എൻ്റെ കിഡ്നി ഇപ്പോൾ വർക്ക് ചെയ്യുന്നില്ല. 10 വർഷം കരള് മാറ്റി വെച്ചതിന് ശേഷം എൻ്റെ മക്കളെ പഠിപ്പിക്കാനായിട്ട് ഞാൻ വിശ്രമമില്ലാതെ അവരെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനുള്ള പ്രയാസത്തിലായിരുന്നു. ഇപ്പോൾ എൻ്റെ കിഡ്നി വർക്ക് ചെയ്യാത്ത ഒരു പ്രശ്നത്തിലാണ്. ഞാൻ ഒരു മാർക്കറ്റിങ്ങിൽ സെയിൽസ് എക്സിക്യൂട്ടീവായിട്ട് ജോലി ചെയ്യായിരുന്നു. എൻ്റെ മക്കളും ഒന്നും എത്താത്തൊരു സ്ഥിതിയാണുള്ളത്. എൻ്റെ ജീവിതം മുന്നോട്ട് പോകാനായിട്ടൊരു മാർഗം ഞാൻ കാണുന്നില്ല. ഒരു ചെറിയ വീടാണ് നമ്മുടേത്. നമ്മുടെ ഈ വീട് പണയം വെച്ചിട്ടാണ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്. എനിക്ക് നിങ്ങളുടെ മുന്നിൽ കൈ നീട്ടാനായിട്ട് തീരെ താല്പര്യമില്ല. പക്ഷെ രക്ഷയില്ലാതായി. എൻ്റെ മക്കളെ ഇനി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഒരു പരിധി വരെ എത്തിക്കാനായിട്ട് വളരെ കഷ്ടപ്പാടിലാണ്. എനിക്ക് 2 മക്കൾ മാത്രമുള്ളത്. അവരെ എനിക്ക് ഒരു നിലയിലേക്ക് എത്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ ഒരിക്കലും നിങ്ങളുടെ മുന്നിലേക്ക് കൈ നീട്ടണമെന്ന് ആഗ്രഹിച്ചല്ല. എൻ്റെ നിവർത്തി കൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങളുടെ കയ്യിലേക്ക് നിങ്ങളെ സഹായിച്ചു വെച്ചിറങ്ങി വന്നിരിക്കുന്നത്. എല്ലാവരും സഹായിക്കണം. അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. പ്രിയപ്പെട്ടവരെ, ഇത് വിശ്വേട്ടൻ. അദ്ദേഹം ഒരു തവണ ലിവർ മാറ്റിവെച്ച ഒരു മനുഷ്യനാണ്. അതിന് പുറമെ തൃശ്ശൂർ ജില്ലയിലെ കൊടകര എന്ന് പറയുന്ന ഈ ഒരു കൊച്ചു ഗ്രാമത്തില് ഏതൊരു പാവപ്പെട്ടവന്റെ ആവശ്യം പറഞ്ഞാലും ആത്മാർത്ഥമായി കൂടെ നിന്ന് പറ്റുന്ന രൂപത്തിൽ സഹായിക്കുന്ന ഒരു പാവപ്പെട്ട മനുഷ്യൻ. അദ്ദേഹത്തിന്റെ സമ്പാദ്യം മുഴുവനും വിറ്റുപെറുക്കിയിട്ടാണ് അദ്ദേഹത്തിന്റെ ലിവർ മാറ്റിവെച്ചത്. ഇതുവരെ ഈ കുടുംബം ഒരാളെ മുമ്പിൽ പോലും ഈ സമയം വരെ കൈ നീട്ടിയിട്ടില്ല പ്രിയപ്പെട്ടവരെ. പക്ഷെ തന്റെ ജീവിത സമ്പാദ്യം മുഴുവനും വിറ്റുപെറുക്കി അദ്ദേഹം ലിവർ മാറ്റിവെച്ചു. പക്ഷെ ഇപ്പോ അദ്ദേഹത്തിന്റെ 2 വൃക്കകളും തകരാറിലാണ് എന്നാണ് ഡോക്ടർമാർ പറഞ്ഞത്. ഷോട്ട് എത്ര ഡയാലിസിസ് ഇപ്പൊ ചെയ്യുന്നത്? ആഴ്ചയിലിപ്പോ 3 ഡയാലിസാ ചെയ്യുന്നത്. ഈ പൊന്നു മോള് നമ്മുടെ മുമ്പിൽ ഹൃദയം പൊട്ടി പറയണ്ടായി, എന്റെ അച്ഛനെ രക്ഷിക്കണം, എന്റെ അച്ഛനല്ലാണ്ട് എനിക്ക് വേറെ ആരില്ലെന്ന്. ഈ വീടിന്റെ ഒക്കെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാല് വല്ലാത്തൊരു സങ്കടം പ്രിയപ്പെട്ടവരെ. കാരണം ഒരു ചെറിയ ഓട് വീടാണ്. ഇതിന്റെ കൈക്കോലുകളൊക്കെ ഇങ്ങനെ ദ്രവിച്ച് പോയിട്ട് എപ്പോഴാണ് തലയിലേക്ക് പൊട്ടി വീഴാന്ന് പറയാൻ കഴിയില്ല. അങ്ങനത്തെ ഒരു സാഹചര്യം. ഒരു നാട് മുഴുവൻ ഇവിടുത്തെ ബഹുമാനപ്പെട്ട MLA അവരുകളടക്കം വളരെ സുതാര്യമായിട്ട് ഇവിടെ കമ്മിറ്റി രൂപീകരിച്ച് നമ്മുടെ കൂടെ നിൽക്കുന്നത് ഈ നാടിന്റെ പ്രിയപ്പെട്ട വിശ്വംഭരൻ എന്ന് പറയുന്ന ഈ സഹോദരനെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ വീഡിയോ കാണുന്ന ഓരോ പ്രിയപ്പെട്ടവരും ആദ്യം അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കാനുള്ള ഈ ഒരു സാമ്പത്തിക സഹായത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാവിധ സഹായങ്ങളും നിങ്ങൾ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കപ്പെടുന്നു. എല്ലാവർക്കും നമസ്കാരം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഇവിടെ മട്ടത്തൂർ ഗ്രാമപഞ്ചായത്തിലെ വാസുപുരത്ത് ഉള്ള ഒരു പൊതുപ്രവർത്തകൻ ശ്രീ CV വിശ്വംഭരൻ, അദ്ദേഹത്തിന് അടിയന്തരമായ ചില ചികിത്സ നടത്തേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ മുമ്പിലുള്ളത്. ഒന്ന്, കിഡ്നി മാറ്റിവെക്കേണ്ട ഒരവസ്ഥയിലാണ്. ഇപ്പോൾ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ബൈപ്പാസ് സർജറി നടത്തേണ്ട ഒരു പ്രശ്നമുണ്ട് അദ്ദേഹത്തിനുള്ളത്. അദ്ദേഹത്തിന്റെ കുടുംബവും അദ്ദേഹവും വളരെ പാവപ്പെട്ട ഒരു സാധാരണ
കുടുംബമാണ്. നമുക്കെല്ലാവർക്കും കഴിയാവുന്ന രീതിയിൽ അദ്ദേഹത്തെ സാമ്പത്തികമായി സഹായിച്ച് വളരെ വിനീതമായി നിങ്ങൾ ഓരോരുത്തരോടും പ്രത്യേകമായി പുതുക്കാടിന്റെ MLA എന്ന നിലയിൽ ഞാൻ പ്രത്യേകമായി അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ ഹൃദയാണ്, ചിന്തപാട്ട് കലാകാരിയാണ്. ഇതെന്റെ മാമനാണ്. ഞങ്ങൾക്ക് ഒന്നുമില്ലാത്ത അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. ആ സമയത്തൊക്കെ ഞങ്ങളുടെ ഈ മാമൻ മാത്രമേ ഞങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ മാമൻ ഇങ്ങനെ ഒരു അവസ്ഥ വരുന്നുള്ളത് ഞങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. ഇപ്പോൾ ഫറൂഖിക്കൊക്കെ വരേണ്ടി വന്നു ഞങ്ങളുടെ മാമന് വേണ്ടിയിട്ട് പറയാനായിട്ട്. അപ്പോൾ മാമന്റെ ഈ അവസ്ഥയിൽ നിന്ന് മാമനെ മോചിപ്പിക്കാൻ നിങ്ങൾക്ക് പറ്റുള്ളൂ. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഒന്ന് എൻ്റെ മാമന് വേണ്ടി പ്രാർത്ഥിക്കണം. ഓരോരുത്തരും കഴിയുന്ന വിധത്തിൽ സഹായിക്കണം. എന്നെ അറിയുന്ന എല്ലാവരും എൻ്റെ മാമന് വേണ്ടി, എനിക്ക് അത്രേ പറയാറുള്ളൂ, എൻ്റെ മാമന് വേണ്ടി എല്ലാവരും ഒന്ന് സഹായിക്കണം. എല്ലാവർക്കും നമസ്കാരം. ഒരു 40 വർഷത്തിലധികമായിട്ട് ഞാൻ പരിചയം എന്നല്ല, എൻ്റെ നല്ലൊരു സുഹൃത്താണ് വിശ്വംഭരൻ. ഞങ്ങൾ 5 വർഷം ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചവരാണ്. പഠിക്കുന്ന കാലത്ത് തന്നെ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുവന്നൊരു വ്യക്തിയാണ്. ഇപ്പൊ വീണ്ടും വിശ്വംഭരന് അത്യാവശ്യമായിട്ട് 2 ഓപ്പറേഷൻ ആവശ്യമായി വന്നിരിക്കുകയാണ്. നല്ലവരായ ഈ വീഡിയോ കാണുന്ന നല്ലവരായ എല്ലാവരും വിശ്വംഭരന് വേണ്ടിയിട്ട്, വിശ്വംഭരന്റെ ജീവന് വേണ്ടിയിട്ട് ഒരുമിച്ച് കൈകോർക്കാനായിട്ട് ഞാൻ എല്ലാവരോടും അഭ്യർത്ഥിയാണ്. വിശ്വംഭരേട്ടൻ എൻ്റെ നാട്ടുകാരനാണ്. നാട്ടുകാർക്ക് ഒരുപാട് വേണ്ടപ്പെട്ട ഒരു വ്യക്തിയാണ്. ഒരുപാട് എല്ലാവരുടെ പ്രയാസങ്ങളിലും എന്തോ ബുദ്ധിമുട്ട് വന്നാലും പെട്ടെന്ന് ഓടി എത്തുന്ന ഒരു വ്യക്തിയായിരുന്നു. എല്ലാവർക്കും പ്രിയപ്പെട്ടവനായിരുന്നു. പക്ഷെ ഇന്ന് അദ്ദേഹം ഒരുപാട് പ്രയാസങ്ങളിലാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ കിഡ്നി മാറ്റിവെക്കണം, ബൈപ്പാസ് സർജറി ചെയ്യണം. തീർച്ചയായിട്ടും എല്ലാവരും ഇത് കാണുന്നവരെല്ലാവരും പുള്ളിയെ സാമ്പത്തികമായി സഹായിക്കണമെന്ന് താഴ്മയായി അപേക്ഷിക്കുകയാണ്. വളരെ പാവപ്പെട്ട ഫാമിലിയാണ്. പഠിക്കുന്ന കാലത്ത് തന്നെ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് പുള്ളി പഠിച്ചത്. ഇഷ്ടികാലത്തിലൊക്കെ പോയി ജോലി ചെയ്തിട്ട് പഠിച്ചു നോക്കുകയാണ്. പുള്ളി നാട്ടിൽ മറ്റുള്ളവർക്ക് വലിയ മാതൃകയായിരുന്നു. പക്ഷെ ഇപ്പോൾ ചികിത്സയ്ക്ക് എല്ലാവരും കഴിയാവുന്ന സഹായങ്ങൾ ചെയ്യണമെന്ന് ആത്മാർത്ഥമായിട്ട് അപേക്ഷിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. ശ്രീ വിശ്വംഭരൻ സേവി അദ്ദേഹം ഇവിടുത്തെ നാടിൻ്റെ ആകെ പൊതുപ്രവർത്തന രംഗത്ത് നിറഞ്ഞു നിന്ന് പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തകനാണ്. മാരകമായ 2 അസുഖങ്ങളെ അദ്ദേഹം നേരിടുകയാണ്. അതുകൊണ്ട് സുമനസ്സുകളായ മുഴുവൻ ആളുകളും അദ്ദേഹത്തെ സഹായിക്കാൻ വേണ്ടി മനുഷ്യത്വപരമായി നിലപാട് സ്വീകരിക്കണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. നമസ്കാരം. ഞാൻ ഇവിടുത്തെ വാർഡ് മെമ്പറാണ്. വിശ്വംഭരേട്ടനെ വളരെ നാളായി അറിയാവുന്ന ആളാണ്. കിഡ്നി സംബന്ധമായ അസുഖം മൂലം ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ട സാമ്പത്തിക സഹായങ്ങൾ എല്ലാവരുടെയും ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്ന് മാത്രം പറയുന്നു. വിശ്വംഭരൻ എൻ്റെ ഒരു സുഹൃത്തും സഹപ്രവർത്തകനും ഈ നാട്ടിലെ ഒരു അറിയപ്പെടുന്ന ഒരു പൊതുപ്രവർത്തനം കൂടിയാണ്. അദ്ദേഹം പൊതുരംഗത്ത് ചെയ്യുന്ന സേവനങ്ങൾ വളരെ വിലപ്പെട്ടതാണ്. മാരകമായ അസുഖങ്ങളെ ബാധിച്ചു. ഇതിൽ നിന്ന് ആളെ രക്ഷപ്പെടുത്തണം. അതിനുവേണ്ട എല്ലാ സഹായങ്ങളും മനസ്സുകളിൽ നിന്ന് ഉണ്ടാവണം എന്ന് അഭ്യർത്ഥിക്കുന്നു. പ്രിയമുള്ളവരെ, ഞാനിപ്പോൾ എൻ്റെ ആത്മാർത്ഥ സുഹൃത്തായ വിശ്വംഭരന് വേണ്ടിയാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. ഞങ്ങൾ ഒരുമിച്ച് ഒരേ കാലഘട്ടത്തിൽ കോളേജുകളിൽ പഠിച്ച ആളാണ്. അന്നോട്ട് തന്നെ ഞാൻ നല്ല ബന്ധമായിട്ട് മുന്നോട്ട് പോകുന്നതാണ്. 10 വർഷം മുമ്പാണ് അദ്ദേഹത്തിന് ലിവറിന് ചെറിയ കംപ്ലൈൻറ്റ് വരികയും ലിവർ മാറ്റിവെക്കേണ്ടിയും സാഹചര്യമുണ്ടായി. ആ സാഹചര്യത്തിൽ അത് ലിവർ മാറ്റിവെച്ചു. ആ ലിവർ മാറ്റിവെച്ച് ഇപ്പോൾ ലിവറിൻ്റെ സംഘടനയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വിശ്വംഭരൻ ഇപ്പോൾ ഒരു വലിയ പ്രതിസന്ധിയിൽ നേരിടുകയാണ്. സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടുണ്ട്. നമുക്ക് കഴിയാവുന്ന സഹായങ്ങൾ നമ്മുടെ ആൾക്കാരൊക്കെ, നമ്മുടെ സുഹൃത്തുക്കളെല്ലാം മറ്റ് സുഹൃത്തുക്കളോടും പറഞ്ഞു ചെയ്യണമെന്നൊരു അഭ്യർത്ഥനയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളത്. ഞങ്ങളിവിടെ ഒരു സുഹൃത്തുക്കളുടെ ഒരു ഫോറം തന്നെ രൂപീകരിച്ചിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് പറ്റാവുന്ന സഹായങ്ങൾ ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്.